എല്ലാവർക്കും നമസ്കാരം. കുറേ അധികം നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. കുറേ അധികം തിരക്കുകളായിരുന്നു. സിനിമകളൊന്നും കാണാൻ പറ്റിയില്ല. എനിവേ കുറേ അധികം നാൾക്ക് ശേഷം ഇന്ന് 'ഉള്ളൊഴുക്ക്' എന്ന സിനിമ കണ്ടു. അപ്പോൾ ആ സിനിമേനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്നൊന്നും വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അനുഭവസാക്ഷ്യം എന്നുള്ള ടൈറ്റിൽ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനോടകം ഒരുപാടധികം റിവ്യൂസ് കണ്ടിട്ടുണ്ടാവുമെന്നറിയാം. അതിലൊക്കെ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ ഒരു 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 മാസ്റ്റർ പീസ് ആയിട്ടാണ് തിയേറ്ററിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഓഫ് കോഴ്സ് പെർഫോമൻസ് തന്നെയാണ്. ഉർവശി ചേച്ചി, പാർവതി 2 പേരും പൊള്ളിച്ചടുക്കിയിട്ടുണ്ട്. പൊളിച്ചടുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്. പക്ഷേ ലിറ്ററലി എനിക്ക് അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഓർക്കുന്നു പോലും ഇതിലെ സ്കോറിംഗ് ഒന്നും ഞാൻ ഓർക്കുന്നു പോലുമില്ല. മേ ബി ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ പല മ്യൂസിക്കുകളും നമ്മുടെ സ്റ്റോറിയിൽ സ്റ്റാറ്റസ് ഒക്കെ ആക്കുമായിരിക്കും. പക്ഷെ സ്റ്റിൽ എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിനു മുന്നേ എനിക്ക് അതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായത് കഠിന കഠോരം അണ്ഡകടാകം എന്ന സിനിമ കണ്ട സമയത്താണ്. എനിക്ക് മ്യൂസിക് ആ സിനിമയിൽ ഉണ്ടോയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. ഒരുപാട് നാൾക്ക് 1 മാസത്തിന് ശേഷമൊന്നുമാണ് ഞാൻ അതിലെ പാട്ടുകൾ തന്നെ കേട്ട് ലൂപ്പിൽ കേട്ടു തുടങ്ങിയത്. കാരണം ചില സിനിമകൾ അങ്ങനെയാണ്. നമ്മളെ പിടിച്ചങ്ങോട്ട് ഇരുത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ? അതുപോലത്തൊരു അവസ്ഥയിലേക്ക് വരും. ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അത് അത് എഴുതി ഉണ്ടാക്കുന്ന ആൾക്ക് കൊടുക്കണം വലിയൊരു കയ്യടി. കാരണം അത്രയും ലെയറുകളുള്ള ഇതിലാ ഒരു എന്താ പറയാ? സ്പോയിലർ ആവും. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഒരു ഒരു ലവ്വർ ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എഴുതി ഉണ്ടാക്കിയേക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ നേച്ചറുണ്ട്. അയ്യോ! അതൊക്കെ ഗംഭീരായിട്ടുണ്ട് ട്ടോ. കാരണം നമ്മള് എന്താ പറയാ, നമ്മള് നല്ലത് എന്ന് തോന്നുന്ന ചില ട്രീറ്റ്സ് വരുന്ന മനുഷ്യര്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രീറ്റ്സ് വരുന്ന മനുഷ്യര് ശരിക്കും അവരെങ്ങനെയായിരിക്കും? ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ? അത് എല്ലാ മനുഷ്യരും വേണം. അതില്ലാത്തൊരാൾ ഒരിക്കലും നല്ല ആളാണ് എന്നുള്ള ഒരു ചിന്ത വേണ്ട. കൂടുതൽ ഇനി ഞാൻ കഥ പറയണില്ല. നിങ്ങൾ പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഞാൻ പറഞ്ഞ എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് മേക്കപ്പാണ്. മേക്കപ്പ് ഇതിൽ ഉർവശി ചേച്ചിക്കും അതുപോലെ പാർവതിക്കും മേക്കപ്പ് ചിലപ്പോൾ ആ സ്കിൻ ഡൾ ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഏഹ്, പാർവതിയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന പ്രശാന്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മേക്കപ്പാണ് ഗംഭീരായിട്ടുണ്ട്. ഏഹ്, പല സിറ്റുവേഷനിലുള്ള അദ്ദേഹത്തിൻ്റെ മേക്കപ്പുകൾ കാണിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ. പല സിറ്റുവേഷൻസിലുള്ള അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് കാണിക്കുന്നതൊക്കെ ഭയങ്കര നാച്ചുറാലിറ്റി ഫീൽ ചെയ്തു. അടിപൊളിയാണ്. ഈ ഈ വർഷം കണ്ട സിനിമകളിൽ നമുക്ക് ഒരു ഏറ്റവും ബെസ്റ്റ് സിനിമകളെടുത്ത് നമുക്കൊരു ഷെൽഫിലേക്ക് കയറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഉള്ളൊഴുക്കുണ്ടാവും. അത്രയും മനോഹരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട, ഇതിനു മുന്നേ എനിക്ക് ഇങ്ങനൊരു ഫീൽ തന്നത് 2012 റിലീസ് ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നു, പ്രണയം ബ്ലെസ്സിയുടെ. ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു മൂഡാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം ആ സിനിമ തന്ന അതേ വൈബാണ് എനിക്ക് ഈ സിനിമയിലൂടെയും എനിക്ക് കിട്ടിയത്. അത്രേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. ബ്യൂട്ടിഫുൾ മൂവി, അടിപൊളി പടമാണ്. നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇതൊരു സസ്പെൻസറി ത്രില്ലർ ഒന്നുമല്ല. ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീല് പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. നോ വേ, അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇത് സന്ദർഭത്തിനനുസരിച്ച് എൻഗേജ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഡ്രാമയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. എനിവേ, താങ്ക് യു സോ മച്ച്.